അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമളാനിലെ അവസാനത്തെ 10ലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ വിശുദ്ധ റമളാൻ പാപമോചനവും നരകമോചനവും സിദ്ധിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും, പ്രത്യേകിച്ച് ദീനിന് വേണ്ടി നമ്മളുടെ വരുമാനത്തിൽ നിന്ന് നമ്മൾ നീക്കി വെച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. അവസാനത്തെ 10ലെ വളരെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിൽ ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസിനികളുടെ ചിന്തകളിലേക്ക് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. 3096 വിദ്യാർത്ഥികൾ കേരളത്തിലും കേരളത്തിന് പുറത്തുമായി 12 വർഷത്തെ വിദ്യാഭ്യാസം, ദീനീ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒരുമിച്ച് അവർ നേടിക്കൊണ്ടിരിക്കുകയാണ്. ദാറുൽ ഹുദയുടെ ക്യാമ്പസിലും കേരളത്തിന് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മദ്രസ 5ാം ക്ലാസ് കഴിഞ്ഞ് 12 വർഷത്തെ ഇൽമ് വിദ്യാഭ്യാസം കഴിഞ്ഞ് സമൂഹത്തിൻ്റെ സേവനത്തിനിറങ്ങുന്ന ഹുദവിമാർ, ആ ഹുദവിമാർ, ഞാനടക്കമുള്ള എൻ്റെ ഹുദവി പണ്ഡിത സുഹൃത്തുക്കൾ, ഞങ്ങൾക്കൊക്കെ അന്നവും വെള്ളവും വെളിച്ചവും ഇൽമും സമ്മാനിച്ചത് ദാറുൽ ഹുദയാണ്. ഒരു വിദ്യാർത്ഥിയുടെ ഒരു മാസത്തേക്കുള്ള ചെലവ് 3500 രൂപയാണ്. കേരളത്തിന് പുറത്ത് ഉള്ള വിദ്യാർത്ഥികൾ, കേരളത്തിൻ്റെ പുറത്ത് നിന്ന് ദാറുൽ ഹുദയുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ 1436 പേരുണ്ട്. ആ 1436 പേരുടെ ഓരോരുത്തരുടെയും ഭക്ഷണ ചെലവ് നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ ഒരംഗങ്ങളെപ്പോലെ കണ്ട് നമ്മൾ ഓരോരുത്തരും കഴിയുന്ന വിധത്തിൽ അതുമായി സഹകരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിശുദ്ധ റമളാൻ കഴിയുന്നതോടുകൂടെ ദാറുൽ ഹുദയുടെ കുട്ടികളുടെ ഭക്ഷണത്തിലേക്കുള്ള ചെലവ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടും എന്നൊരു പ്രതീക്ഷയിലാണ്. ഒരു മാസത്തേക്ക് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത് ഭക്ഷണത്തിൻ്റെ ചെലവ് 3500 രൂപയാണ്. 3 മാസത്തേക്കാകുമ്പോൾ 10500 ആകും. ഒരു വർഷത്തേക്ക് 42,000 ഒരു വിദ്യാർത്ഥിക്ക്. നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഈ പ്രതിസന്ധിയിൽ ഉള്ള സമയമാണെങ്കിൽ തന്നെയും ദീനിന്, അള്ളാഹുവിനെ, പരലോകത്തെ ഓർത്ത്, ഇത് അള്ളാഹുവിൻ്റെ ദീൻ നിലനിൽക്കാൻ നമ്മൾ ചെയ്യുന്ന വലിയൊരു സേവനമാണ്. അതുകൊണ്ട് ദാറുൽ ഹുദയെ എന്നും നിങ്ങൾ നെഞ്ചിലേറ്റിയ പോലെ ഈ റമളാനിലും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ സ്വതക്കകളിൽ ദാറുൽ ഹുദയെ ഓർമ്മ വേണം എന്ന് ഒരിക്കലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് ഹുദവിമാർ കേരളത്തിന് പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്തബുകളിലേക്ക് നമ്മുടെ തആവുൻ പദ്ധതിയുമായി ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിനറിയാം. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. കൊർഡോവ പദ്ധതിയുണ്ട് ബീഹാറിലെ കിഷൻഗഞ്ചിൽ, ബഹുമാന്യനായ ഡോക്ടർ സുബൈർ ഹുദവിയുടെ കീഴിൽ നടക്കുന്നു. ഇതിലൊക്കെ നിങ്ങളുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എപ്പോഴും ഉണ്ടാവണം. ദാറുൽ ഹുദയെയും നിങ്ങൾ കൂട്ടത്തിൽ എപ്പോഴും ഓർക്കണം എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിശുദ്ധ റമളാനിൽ ലൈലത്തുൽ ഖദ്റുമായി സന്ധിക്കാനും നരകമോചനം സിദ്ധിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.